Hi friends, welcome back to my channel. ഇപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഈ റെസിൻ ഫ്രെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബേബി ബർത്ത് റെസിൻ ഫ്രെയിം ഞാൻ ചെയ്തതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റെപ്സും ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് അലർജിക് ആൻഡ് റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ് റെസിൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്ലൗസും മാസ്കും യൂസ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു എപ്പോക്സി റെസിനാണ്. ഇത് 300 ഗ്രാമിൻ്റെ പാക്കാണ്, റെസിനും ഹാർഡ്നറും കൂടിയിട്ട്. ഇതിൽ നമ്മുടെ മിക്സിംഗ് റേഷ്യോ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പല റെസിനും പലതായിരിക്കും. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 3:1 റേഷ്യോ ആണ്. അതായത് നമ്മൾ 3 സ്പൂൺ റെസിൻ എടുക്കുന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ഹാർഡ്നർ യൂസ് ചെയ്യണം. അപ്പോൾ ബൈ വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ യൂസ് ചെയ്യുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള റെസിൻ പിഗ്മെൻറ്റും പിന്നെ റെസിനും ഹാർഡ്നറും വേണ്ടി മിക്സ് ചെയ്യാനായിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസസുമാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇതല്ലാണ്ട് നമുക്ക് മാർക്കറ്റിൽ സിലിക്കൺ കപ്സും അവൈലബിൾ ആണ്. അതാവുമ്പോൾ യൂട്ടി പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിലിക്കണിൻ്റെ 8 ഇഞ്ചിൻ്റെ സർക്കുലർ മൗൾഡാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ഈ മൗൾഡ് അടക്കം ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണത് ഒരു ബേബി ബർത്ത് ഡീറ്റെയിൽ ഫ്രെയിമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ടൻസൊക്കെ അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റൊക്കെ സ്റ്റിക്കർ പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. അതല്ലാണ്ട് നമുക്ക് നോർമൽ OHB ഷീറ്റിലുള്ള പ്രിൻ്റ് ഔട്ടും എടുക്കാം. ഇതൊക്കെ നമുക്ക് സ്റ്റുഡിയോയിൽ അന്വേഷിച്ച് കിട്ടുന്നതാണ്. പിന്നെ ബേബിയുടെ ബാംഗിൾസ്, ഫോട്ടോസ്, സ്കാൻ ചെയ്തതിൻ്റെ പിക്ക്, ചെറിയ നെയിൽസും, ഫസ്റ്റ് കട്ട് ചെയ്ത ഹെയർ, ഹാൻഡ് ബാൻഡ്, പ്രഗ്നൻസി ടെസ്റ്റ്, പിന്നെ എംബിലിക്കിൻ്റെ ക്ലാൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഫേസ്റ്റ്ലി നമ്മൾ എടുക്കുന്ന മൗൾഡ് ക്ലീൻ ആക്കണം. അതിലെന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാൻ നമ്മൾ ജസ്റ്റ് തട്ടിക്കളഞ്ഞത് പോയിന്ന് വരില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള ടേപ്പ്, സെല്ലോ ടേപ്പ് എന്തെങ്കിലും യൂസ് ചെയ്ത് നമുക്കത് ക്ലീൻ ആക്കി എടുക്കാം. മൗൾഡ് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിതിനുള്ള കളർ പ്രൊവൈഡ് ചെയ്യുന്ന കാരണം ബേസ് കോട്ട് ആദ്യം നമ്മൾ കൊടുക്കണം. ആ ബേസ് ലെയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടൻറ്റ് അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ബേസ് ലെയറിന് വേണ്ടിയിട്ട് റെസിനും ഹാർഡ്നറും മിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് അടുത്തത്. ഇതിൽ നമുക്ക് എഴുതിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ആദ്യം വായിച്ചു നോക്കണം. കാരണം പല റെസിനും പല രീതിക്കായിരിക്കും അതിൻ്റെ പ്രൊസീജിയർ. റേഷ്യോ ചേഞ്ച് ചെയ്യാം, അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മൾ വായിക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്ന മിക്സിംഗ് റേഷ്യോ 3:1 ആണ്. പിന്നെ കുറേ നമുക്ക് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ്, നമ്മളെടുക്കുന്ന പ്രിക്കോഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 300 ഗ്രാമാണ് ഈ മൊത്തം പാക്കിലുള്ള കണ്ടൻറ്റ്. റെസിനും ഹാർഡ്നറും കൂടിയിട്ട് വരുന്നത് 225 ഗ്രാം റെസിനും 75 ഗ്രാം ഹാർഡ്നറും. ഈ 300 ഗ്രാം നമ്മുടെ 8 ഇഞ്ചിൻ്റെ സർക്കുലർ മോഡലിലേക്ക് കൊള്ളുന്നതാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് നോക്കാം. ആൻഡ് ഇതിൽ നമ്മുടെ റെസിൻ്റെ സെറ്റിംഗ് ടൈം, ക്യൂർ ചെയ്യാനുള്ള ടൈം കൊടുത്തിട്ടുള്ളത് 24 hours ആണ്. അപ്പോൾ നമ്മൾ ഏത് ലെയർ അപ്ലൈ ചെയ്യുകയാണെങ്കിലും 24 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ അതിലേക്ക് ടച്ച് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സോ പൊടിയോ എന്തെങ്കിലും കയറി അതിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടു. ഇനി ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം ആ ബേസ് കളർ ലെയറിന് റെസിൻ മിക്സ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മെഷറിംഗ് സ്പൂൺ ഞാൻ യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ എടുക്കുന്നത് 1 സ്പൂൺ റെസിനും 1/3 സ്പൂൺ ഹാർഡ്നറുമാണ്. ഈ മിക്സിംഗ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഫെയർ ആയിട്ടുള്ള സ്ഥലത്ത് ഒരിക്കലും ചെയ്യരുത്. കാരണം ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെസിൻ എവിടെയെങ്കിലും ആയി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ പാടാണ്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റ് എങ്ങനെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ ആ ഷീറ്റ് എടുത്ത് കളയാം. പറഞ്ഞിട്ടുള്ള എമൗണ്ടിലുള്ള റെസിനും ഹാർഡ്നറും എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള കളർ പിഗ്മെൻറ്റും അതിൽ ആഡ് ചെയ്യണം. ദെൻ ഞാനിവിടെ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതൊരു ഐസ്ക്രീം സ്റ്റിക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൽ യൂസ് ചെയ്യുന്ന മെഷറിംഗ് കപ്പ് ആവശ്യം കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ടോ കഴുകിയോ ക്ലീൻ ആക്കി എടുത്ത് വെക്കണം. കാരണം അത് ക്ലീൻ ആക്കാണ്ട് അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഡ്രൈ ആയി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. 10 മിനിറ്റ് നമ്മൾ ഈ റെസിനും ഹാർഡ്നറും പിഗ്മെൻറ്റും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രെയിമിൻ്റെ തിക്നെസ് എത്രയാണോ അതിൻ്റെ ഒരു 1/4 പോർഷൻ കവർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു തിക്നെസ്സിൽ നമുക്കിത് പോർ ചെയ്ത് കൊടുക്കാം. പോർ ചെയ്യുമ്പോൾ കൂടുതൽ ഹൈറ്റിൽ നിന്ന് പോർ ചെയ്യാണ്ട് അടുത്തുനിന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക, ബബിൾസ് ഫോം ചെയ്യാത്ത രീതിയിൽ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് ഞാനിവിടെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കണേ, അത് വെച്ചിട്ട് ഇതെല്ലാ ഏരിയയിലേക്കും സ്പ്രെഡാക്കി ലെവലാക്കി കൊടുക്കാം. പിന്നെ ഈ മൗൾഡ് വെക്കുന്നത് ഒരു ലെവൽഡ് സർഫസിലായിരിക്കണം. എന്തെങ്കിലും രീതിയിൽ ചെരിവുള്ള സർഫസിലാണെങ്കിൽ ഈ റെസിൻ ഒരു സൈഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് നമ്മുടെ പ്രൊഡക്റ്റിനെ ബാധിക്കും. ഈ റെസിലെ ബബിൾസ് എല്ലാം സെൽഫായിട്ട് പോപ്പ് ചെയ്ത് പോണതാണ്. അതും കൂടാണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനിയും ബബിൾസ് അതിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ലൈറ്ററോ ഹീറ്ററോ എന്തെങ്കിലും ഉപയോഗിച്ച് അതിനെ പോപ്പ് ചെയ്ത് കളയാവുന്നതാണ്.
ഓൾറെഡി നമ്മുടെ കണ്ടൻറ്റ് ഫില്ലായി നിൽക്കുന്നതുകൊണ്ട് വളരെ മൈന്യൂട്ട് രീതിയിലുള്ള ഡെക്കറേഷനാണ് ഈ ഒരു സീക്വൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സീക്വൻസ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ബേസ് ലെയറിലേക്ക് ഞാൻ സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. നമ്മുടെ ഇഷ്ടം പോലെ അതിന് ഡെക്കറേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 24 hours നമ്മൾ ഈ ബേസ് ലെയറിനെ ഡ്രൈ ചെയ്യാൻ വെക്കണം. അങ്ങനെ 24 hour കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് വേണ്ട കണ്ടൻറ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്ന് സെക്യൂർ ആക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കൊടുക്കുന്ന ഫോട്ടോസ് ആയാലും ഇപ്പോൾ ഹാൻഡ് ബാൻഡ് ആണെങ്കിലും അതൊക്കെ ചെറുതായിട്ടൊന്ന് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ റെസിൻ തന്നെ വെച്ചിട്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ലെയർ പോർ ചെയ്യുമ്പോൾ അത് നീങ്ങാണ്ട് അവിടെ ഇരുന്നോളും. പിന്നെ നമ്മുടെ പെൻ റൈറ്റിങ്സ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും ഒരു പ്ലാസ്റ്റിക് ലെയർ കോട്ടിങ്, ഇപ്പോൾ ഞാനിവിടെ സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് എല്ലാ ഫോട്ടോസിനും ഒരു കോട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ സെല്ലോ ടേപ്പ് ഒന്ന് റോൾ ചെയ്ത് അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഫോം ഇല്ലാത്ത ടൈപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ബേബി ഹെയറും ബേബി നെയിൽസും ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഫ്ലവറും പേളും ബാപ്റ്റിസം ടൈമിൽ ബേബി വെച്ചിരുന്ന ക്രൗണിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇതിലേക്ക് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ബേസ് ലെയറും കണ്ടൻറ്റും റെഡി ആയിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മളെടുത്ത റെസിൻ മിക്സറിൽ നിന്ന് ബാലൻസ് വന്ന മിക്സർ ഞാൻ ഇതുപോലെ ഒരു മൗൾഡിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ രണ്ടിലേക്കും അടുത്ത ലെയർ ട്രാൻസ്പെറൻറ്റ് ലെയർ ഈ നേരത്തെ പറഞ്ഞ 3:1 സെയിം റേഷ്യോയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. റെസിൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഗ്ലൗസും മാസ്കും യൂസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കാരണം ഒരുപാട് അലർജിക് ആൻഡ് റെസ്പിറേറ്ററി ഇഷ്യൂസിന് ഇത് കാരണമാവാറുണ്ട്. ആദ്യം നമ്മൾ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ 3:1 റേഷ്യോയിൽ റെസിനും ഹാർഡനും മിക്സ് ചെയ്തെടുക്കുക. ആൻഡ് ദെൻ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ലെയറിൻ്റെ മുകളിലേക്ക് ആ ഒരു മോൾഡിൻ്റെ ബ്രിമ്മിലെത്തുന്ന രീതിയിൽ കറക്റ്റ് ഫില്ലാക്കി റെസിൻ പോർ ചെയ്ത് കൊടുക്കുക. ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ലെവൽ ചെയ്യുക. ബബിൾസ് ഉണ്ടെങ്കിൽ ഹീറ്റ് വെച്ചിട്ട് അത് പോപ്പ് ചെയ്യുക. ഫൈനൽ ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് ഗോൾഡ് ഫോയിൽ പീസസ് നമ്മുടെ മോൾഡിൻ്റെ ബോർഡർ ഏരിയയിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടുകൂടി ആ ഫ്രെയിമിൻ്റെ വർക്ക് അവിടെ തീർന്നു. ബാലൻസ് വന്നിട്ടുള്ള റെസിൻ ചെറിയ മോൾഡിലേക്കും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് രണ്ടും നമുക്ക് ഡ്രൈ ആയി സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അങ്ങനെ ഞാൻ 24 മണിക്കൂർ വെച്ചു. അതിനുശേഷം ഇത് നല്ല രീതിയിൽ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൗൾഡിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. പല ഷേപ്പിലും പല ഡെപ്തിലുള്ള റെസിൻ ഫ്രെയിംസ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ആദ്യത്തെ ചെറിയ ഫ്രെയിം നമ്മൾ എക്സ്ട്രാ വന്നിട്ടുള്ള റെസിൻ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മെയിൻ ഫ്രെയിമിലേക്ക് കിടക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ ആർട്ടിലും ക്രാഫ്റ്റിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും ഈ റെസിൻ ഫ്രെയിം ഒന്ന് ട്രൈ ചെയ്യണം. കാരണം നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് പ്രിസർവ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ റെസിൻ ഫ്രെയിംസ്. ഒരു കേടുപാടുകളും കൂടാണ്ട് എത്ര കാലം വേണമെങ്കിലും ഇത് നിന്നോളും. അപ്പോൾ ഈ ഫ്രെയിം വെക്കാനുള്ളൊരു സ്റ്റാൻഡ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ആ സ്റ്റാൻഡ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഈ വലിയ ഫ്രെയിം ഈ സ്റ്റാൻഡിലും ഇത് കൂടാണ്ട് നമുക്ക് വുഡൻ്റെ ഈസ്റ്റൽ സ്റ്റാൻഡുകളും അവൈലബിൾ ആണ്, കുറച്ചും കൂടി ചീപ്പറായിട്ട്. അതും നമുക്ക് യൂസ് ചെയ്യാം. അതുമല്ലാണ്ട് മെറ്റൽ സ്റ്റാൻഡ്സ് മാർക്കറ്റിൽ കിട്ടും, അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റെസിനും റെസിൻ പ്രൊഡക്ട്സിനും നോർമലി റേറ്റ് ഇത്തിരി കൂടുതലാണ്. സോ ബിഗിനേഴ്സായിട്ടുള്ളവർ ചെറിയ ക്വാണ്ടിറ്റി റെസിൻസും മോൾഡ്സും യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.